ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജേർണി വിത്ത് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മട്ക കുൽഫി റെസിപ്പി ഒന്ന് നോക്കിയാലോ. അതിനായി നമ്മളിവിടെ എടുത്തേക്കുന്നത് 1/2 ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ്. അതൊരു പാനിലോട്ട് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ചൂടാക്കുമ്പോൾ തിളച്ചു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ പാല് ചെറുതായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പോൾ പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊന്ന് കുറുകി വരാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്ത് നമുക്കൊരു ജാറിൽ 4 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും 2 ഏലക്കയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒരു നുള്ള് സാഫ്രോൺ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച മിക്സും സാഫ്രോൺ ആഡ് ചെയ്ത പാലും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മട്ക കുൽഫി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് സ്ലൈസ് ചെയ്ത ബദാമും അണ്ടിപ്പരിപ്പും ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റോ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ക കുൽഫി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുക.